ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എക്സൽ മിനിസ്ട്രീസിൻ്റെ പ്രാർത്ഥനാ മാസത്തിലെ 3-ാമത്തെ ദിവസത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് 3-ാം ദിവസമാണ്. വേദപുസ്തകത്തിൽ 3-ാം ദിവസവുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുന്നു. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. 10-ാമത്തെ വാക്യം കൂടി വായിക്കുന്നു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദ തേർഡ് ഡേ, 3-ാം ദിവസത്തെ പറ്റി വേദപുസ്തകം വളരെ ശക്തമായ സന്ദേശങ്ങളാണ് നൽകുന്നത്. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. അപ്പോൾ ഈ മൂന്നാം ദിവസം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവികമായ ഒരു വലിയ ചലനം, വലിയ ഒരു മൂവ്മെന്റ്, എ സിറ്റുവേഷൻ വെയർ ഗോഡ് മൂവ്സ്, ദൈവം ചലിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കാണുവാൻ ദൈവം ഈ ദിവസം നമ്മളെ പറ്റി ആഗ്രഹിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന്, വിവിധ ഡിവൈസുകളിൽ കൂടി, വിവിധ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നിങ്ങളെല്ലാവരും ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടവരാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ എക്സൽ മിനിസ്ട്രീസിന് മാത്രമല്ല, ദൈവരാജ്യത്തിന് ആകമാനം വളരെ വിലയേറിയതാണ്. അതുകൊണ്ട് തന്നെ ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്, എക്സൽ കുടുംബത്തിലെ ഓരോ പ്രിയപ്പെട്ടവർക്കും ഉള്ളതാണ്, ലീഡേഴ്സ് ആയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഈ വേദഭാവവുമായി ബന്ധപ്പെട്ട 3 ചിന്തകൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ആദ്യത്തെ അടയാളമാണ്, ആദ്യത്തെ അത്ഭുതമാണ് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വിവാഹ വീട്, അവിടെ വീഞ്ഞു പോരാതെ വരുന്നു. ആ വീഞ്ഞിൻ്റെ പോരായ്മ തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നു, അഥവാ യേശുവിനോട് ഈ കാര്യം അറിയിക്കുന്നു. അതിനുശേഷമായി ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നു. ഇതാണ് ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ ചുരുക്കവും. നമുക്കറിയാം, വളരെയധികം നമ്മൾ ഈ വേദഭാഗത്തെ പറ്റി ചിന്തിക്കുകയും പ്രസംഗങ്ങൾ കേൾക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന വേദഭാഗമാണ്. 3 പ്രധാനപ്പെട്ട ചിന്ത ഇന്റർസെസറി പ്രയറുമായി ബന്ധപ്പെട്ട്, മധ്യസ്ഥ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് നോട്ട് ഓൺലി ടു പ്രേ ഫോർ us ആൻഡ് അവർ നീഡ്സ്, നമുക്ക് വേണ്ടിയും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും മാത്രം പ്രാർത്ഥിക്കാനായിട്ടല്ല. അത് ആവശ്യമാണെങ്കിലും മറ്റുള്ള ആവശ്യങ്ങളിൽ അനുഭവിക്കുന്നവർ, അഥവാ ആവശ്യങ്ങളുടെ മുഖത്തായിരിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കാൻ കൂടിയാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. സോ 1-ാമത്തെ ചിന്ത ഇതാണ്: there is a lot of people around us who needs God and his work. ദൈവത്തെ ആവശ്യമുള്ള അനേക ആളുകൾ ഇവിടെയുണ്ട്. ഇവിടെ വീഞ്ഞു പോരാതെ വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ പ്രതീകാത്മകമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ചുറ്റിനും പ്രിയപ്പെട്ടവരെ, എന്താണ് ആളുകളുടെ യഥാർത്ഥമായ ആവശ്യം? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആഹാരത്തിൻ്റെ ആവശ്യമുണ്ട്, മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് ഉണ്ട്, മാനസികമായ സപ്പോർട്ടിൻ്റെ ആവശ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ആവശ്യം, മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, അവന് ദൈവത്തെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ദൈവമില്ലാതെ, സത്യദൈവത്തെ അറിയാത്തത് നിമിത്തമായി മനുഷ്യ ജീവിതം പാപപങ്കിലമായി തീർന്നിരിക്കുകയാണ്. ഇരുട്ടിൻ്റെ അധികാരത്തിൻ്റെ അടിമപ്പെട്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ്, കലാപങ്ങൾ വർദ്ധിക്കുകയാണ്, യുദ്ധങ്ങൾ വർദ്ധിക്കുകയാണ്, സമാധാനം കുറയുകയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുള്ള രാജ്യം നമ്മുടെ സ്വന്തം ഭാരത നാടാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ ചൈൽഡ് പോപ്പുലേഷൻ, യുവജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം നമ്മുടെ രാജ്യമാണ്. എന്താണ് അവരുടെ ആവശ്യം? അവരെവിടെയാണ് ആയിരിക്കുന്നത്? ടെക്നോളജിയും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യയുടെയും മധ്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ മിസ് ഔട്ട് ആവുന്നില്ലേ? സത്യരക്ഷകനെ, അവരെ സ്നേഹിക്കുന്ന യേശുവിനെ അവർക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? സോ ഒന്നാമത്തെ കാര്യം ഈ വേദഭാഗം പറയുന്നത്, ചില പോരായ്മകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്, നമ്മളത് തിരിച്ചറിയണം. നമ്മുടെ ചുറ്റിലുമുള്ള ജനങ്ങളുടെ പോരായ്മകൾ തിരിച്ചറിയണം. സുവിശേഷം എത്താത്ത അനേക സ്ഥലങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ കുഞ്ഞുങ്ങളുടെ ഇടയിലെ പ്രവർത്തനങ്ങളാണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കുട്ടികളുടെ ഇടയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര ലീഡർഷിപ്പ് ഇല്ലാത്ത അനേകരുണ്ട്. ചർച്ചുകൾ ഒരുപക്ഷെ നിരവധി ഉണ്ടായേക്കാം, റിവൈവൽ മീറ്റിങ്ങുകൾ ഉണ്ടായേക്കാം. പക്ഷെ കുട്ടികളുമായി ബന്ധപ്പെട്ട്, യുവജനങ്ങളുമായി ബന്ധപ്പെട്ട് സ്പെസിഫിക് ആയിട്ട് പ്രവർത്തനങ്ങളില്ലാത്ത നിരവധി, ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് സ്ഥലങ്ങൾ നമ്മുടെ ഭാരതദേശത്തുണ്ട്. നോർത്തേൺ സ്റ്റേറ്റ്സുകൾ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സുകൾ, നമ്മുടെ മധ്യ പ്രദേശ് പോലുള്ള അങ്ങനെയുള്ള ഹിന്ദി മെയിൻ ലാൻഡുകൾ, കുട്ടികൾ അവിടെ നശിക്കുകയാണ്. ഇന്നത്തെ വളരെ വിഘടിപ്പിക്കുന്ന വർഗീയവാദവും അങ്ങനെയുള്ള ഐഡിയോളജികളൊക്കെ കുഞ്ഞുങ്ങളുടെ തലയിൽ കുത്തിവെച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ആവശ്യത്തെ കണ്ട് തിരിച്ചറിയാം. ദെയർ ഇസ് എ പ്രസ്സിംഗ് നീഡ്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ആരെങ്കിലുമൊക്കെ ആ നീഡ് ഒന്ന് തിരിച്ചറിയാൻ പറ്റുമോ ഇന്ന്? ആരെങ്കിലുമൊക്കെ, ഒരുപക്ഷെ കേരളത്തിൽ ഇത് നമുക്കത് ഫീൽ ചെയ്യത്തില്ലായിരിക്കാം. ഒരുപക്ഷെ അനേക ചർച്ചുകളും VBSകളും സൺഡേ സ്കൂളുകളും ഒക്കെയുള്ള വലിയ ഒരു ക്രൈസ്തവ പ്രവർത്തന മേഖല കേന്ദ്രം കൂടിയാണ് കേരളം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വലുതാ പ്രിയപ്പെട്ടവരെ. അറിഞ്ഞവരോടാണ് ദൈവം ചോദിക്കുന്നത്, അറിയാത്തവരോടല്ല. സോ ഒന്നാമത്തെ ചിന്ത ഇതാണ്, ഈ വേദഭാഗം നമ്മളോട് മുമ്പോട്ട് വെക്കുന്ന ഒന്നാമത്തെ ചിന്ത, വീഞ്ഞു പോരാതെ വന്നിരിക്കുന്നു. വീഞ്ഞ് ജീവിതത്തിന്റെ യഥാർത്ഥ അന്തസ്സത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവുള്ള ജീവിതത്തെയാണ് വീഞ്ഞ് സൂചിപ്പിക്കുന്നത്. എ ലൈഫ് വിത്ത് ക്രൈസ്റ്റ്. ഓൺ ദി അതർ ഹാൻഡ്, ലൈഫ്സ് വിതൗട്ട് ക്രൈസ്റ്റ്. ക്രിസ്തു ഇല്ലാത്ത ജീവിതം, അത് പച്ചവെള്ളമാണ്. പ്രൈസ് ദി ലോർഡ്. മണവും ഗുണവുമില്ലാത്ത ജീവിതം. പക്ഷെ ക്രിസ്തുവുള്ള ജീവിതമാണ് ഇന്ന് കുറഞ്ഞു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ. അപ്പം ഒന്നാമതായി നമുക്ക് ചുറ്റുമുള്ള ആവശ്യങ്ങൾ കണ്ട് നമുക്ക് തിരിച്ചറിയാം. രണ്ടാമത്തെ കാര്യം ഇതാണ് ഇവിടെ പറയുന്നത്, somebody to intercede. ഇടിവിൽ നിൽക്കാൻ ഒരാൾ വേണം. ഈ ആവശ്യങ്ങളെ അറിഞ്ഞു, നമുക്ക് മനസ്സിലായി വലിയൊരു ആവശ്യമുണ്ട്. കുട്ടികളുടെ യുവജനങ്ങളുടെ ഇടയിലെ പ്രവർത്തനങ്ങൾ കുറവാണ്, ചുരുക്കമാണ്, കൂടുതൽ നീഡ്സ് ഉണ്ട് നമ്മൾ മനസ്സിലായി. പക്ഷേ വാട്ട് ഈസ് ദ സ്റ്റെപ്പ് യു ആർ ഗോയിങ് ടു ടേക്ക്? എന്ത് ചുവടാണ് നമ്മൾ വെക്കാൻ പോകുന്നത്? ഒരു കോൺക്രീറ്റ് ആയിട്ട് ഒരു സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മോർ ദാൻ അവർ വേർഡ്സ്, അവർ ഡീഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ വാക്കുകളെക്കാൾ കൂടുതൽ പ്രവർത്തിക്കേണ്ട സമയമായത്. ഇതാ ഇവിടെ ഒരു മാന്യ വനിത, കർത്താവിൻ്റെ അമ്മ, ഷീ ഷോഡ് അപ്പ്. അവൾ തയ്യാറായി മുന്നോട്ട് വരികയാണ്. മൂന്നാമത്തെ വാക്യം, വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അവർക്ക്, ഇതാണ് നമുക്ക് ആവശ്യം. അതേഴ്സ്, പ്രേയിങ് ഫോർ അതേഴ്സ്, ഇന്റർസീഡിങ് ഫോർ അതേഴ്സ്. അവർക്ക് ഒന്ന് പറയാൻ പറ്റുമോ? എൻ്റെ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഹു ആർ ദി അതേഴ്സ് ഇൻ യുവർ ലൈഫ്? നമ്മളെല്ലാം അസ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് ഇഷ്ടപ്പെടുന്നു. എനിക്ക്, ഞങ്ങൾക്ക് അല്ല. എൻ്റെ ഈ സന്ദേശം ഒരു പാരഡൈം ഷിഫ്റ്റിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ്. ഒരു മാറ്റത്തിന്റെ കാഹള ധ്വനിയായിട്ട് നിങ്ങൾക്കൊന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ? അവർക്ക്. ആരായി അവര്? അണ്ടർ പ്രിവിലേജ്ഡ് പീപ്പിൾ, നോൺ പ്രിവിലേജ്ഡ് പീപ്പിൾ, സ്കേഴ്സിറ്റി അനുഭവിക്കുന്ന, ക്രിസ്തുവിന്റെ കുറവ് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്ക് വേണ്ടി ഒന്ന് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ 2026 പ്രവർത്തനങ്ങളുടെ സുത്രം വലിയൊരു അതിൻ്റെ ഒരു വലിയൊരു സുത്രം ഒരു സമയത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ക്രൂഷ്യൽ ടൈമിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു വലിയ സുത്രം ഒരു ജംപ് സ്റ്റാർട്ട്, ഒരു കിക്ക് സ്റ്റാർട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷേ 2026 വലിയൊരു പ്രവർത്തനത്തിന് മുന്നോടിയായി നമുക്കാവശ്യം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നീഡഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വീഞ്ഞു പോരാതെ വന്നിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ക്രിസ്തുവിന്റെ ജീവിതം, ക്രൈസ്റ്റ് ലൈഫ് ഉള്ളിലില്ലാതെ വരണ്ട് ഉണങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ക്രിസ്തുവില്ലെങ്കിൽ ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിലും ക്രിസ്തു ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. സോ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യു ആൻഡ് ഐ ആർ കോൾഡ് ടു ബി ഇന്റർസെസേഴ്സ്. അബ്രഹാം പ്രാർത്ഥിച്ചു, ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ ഈ പട്ടണത്തെ നശിപ്പിക്കരുതേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ക്യാൻ വി പ്രേ ഫോർ ദാറ്റ്? Pray for such people, others. ഒരു വലിയ പ്രസംഗങ്ങളുടെ പ്രഭുവായിരുന്ന സ്പർജൻ തൻ്റെ മരണക്കിടക്കയിൽ ആയിരിക്കുമ്പോൾ തൻ്റെ വളരെ തന്നെ സ്നേഹിക്കുന്നവരൊക്കെ തൊട്ടടുത്ത് വന്നിട്ട് അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു, അങ്ങേക്ക് അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത്? അവസാനമായി ബന്ധുമിത്രാദികളായിട്ട് വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഞങ്ങളോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഒരു പദം മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അത് പറഞ്ഞ് കണ്ണുകൾ അടച്ചു. അദ്ദേഹം അവസാനമായി പറഞ്ഞ പദം എന്താണെന്ന് അറിയാമോ? അതേഴ്സ്. അതേഴ്സ്. ക്രിസ്തീയ ജീവിതത്തിന്റെ ആകത്തുക ഏതാ പ്രിയപ്പെട്ടവരെ? അതേഴ്സ്. യേശു മരിച്ചത് അതേഴ്സ്, നാം ആയിരിക്കുന്ന അതേഴ്സിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് വീഞ്ഞു പോരാ. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഒരു പക്ഷേ ഈ അതേഴ്സ് നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കാം, നിങ്ങളുടെ അടുത്തുള്ള കോളനിയിൽ ഉണ്ടായിരിക്കാം, നിങ്ങളുടെ അടുത്തുള്ള ക്വാർട്ടേഴ്സിൽ ഉണ്ടായിരിക്കാം. ക്രിസ്തുവിനെ അറിയാത്ത അതേഴ്സ്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. നിശ്ചയമായും പ്രാർത്ഥിക്കുകയും വേണം. ഈ മാസം നമുക്ക് പ്രാർത്ഥനയുടെ ഇന്റർസെസറി പ്രാർത്ഥനയുടെ ദിവസങ്ങളായിട്ട് മാറ്റാം. അതിന്റെ നല്ലൊരു ചിത്രം വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. 3 അപ്പം വായ്പ വാങ്ങാനായിട്ട് പോയ ഒരു മനുഷ്യൻ, അതിനെ ഒരു ചിത്രകാരൻ ഇങ്ങനെയാണ് വരച്ചത്. ഇങ്ങനെ കൈ 2 ഭാഗത്തായിട്ട് നീട്ടി നിൽക്കുകയാണ് ആ മനുഷ്യൻ. ദൈവത്തിൽ നിന്നും അപ്പം വാങ്ങി ആവശ്യക്കാർക്ക് കൊടുക്കുകയാണ്. നമ്മളെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നതാ. 3 അപ്പം വായ്പ വാങ്ങി വിശപ്പുള്ളവന് കൊടുക്കുക, ദൈവത്തിൽ നിന്നും പ്രാപിച്ച് ഇല്ലാത്തവർക്ക് കൊടുക്കുക. നമ്മളെ അതിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. വി ആർ ദി സോൾട്ട് ഓഫ് ദി എർത്ത്. അവസാനമായിട്ട് ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നിർത്താനായിട്ട് പോവുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഒരു പ്രസ്സിംഗ് നീഡ് നമ്മുടെ ചുറ്റുമുണ്ട്. വീഞ്ഞു പോരാതെ വന്ന അവസ്ഥ. People living without Christ, children and youngsters living without Christ, scattering families, spoiled children നമ്മുടെ ചുറ്റുമുണ്ട്. 2, somebody to intercede. യേശുവിൻ്റെ അമ്മയെ പോലെ ഈ അഭ്യർത്ഥനയുമായി ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്ന് മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന ഒരു കൂട്ടം ജനം. ആൻഡ് ഫൈനലി 10-ാം വാക്യത്തിൽ ഒരു പദം എന്നെ പിടിച്ചു കുലുക്കി. എല്ലാവരും, everyone, praise the Lord, everyone. So ഈ സന്ദേശത്തിന് 3 പദങ്ങളാണ് ഉള്ളത്. ഒന്ന് അതേഴ്സ്, ഇല്ലായ്മയിലുള്ള അതേഴ്സ്. 2 ഐ, പ്രാർത്ഥിക്കാൻ ഇന്റർസീഡ് ചെയ്യാനുള്ള ഞാൻ. 3 എവരിബഡി, എല്ലാവരും തിന്ന് അഥവാ വീഞ്ഞു കുടിച്ച് തൃപ്തരായി. അതും എങ്ങനെയുള്ള വീഞ്ഞാണെന്നറിയാമോ? രുചി നോക്കിയാറേ നല്ല വീഞ്ഞ്. പ്രിയമുള്ളവരെ, കർത്താവ് പ്രവർത്തിക്കുന്നത് ഇതുപോലെയാണ്. When Jesus works, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് പ്രവർത്തിക്കുമ്പോൾ വലിയ ഒരു പൂർത്തീകരണം ഉണ്ടാകും. There is nobody left out. ആർക്കും കിട്ടാതെ വരികയില്ല, ആരും ലെഫ്റ്റ് ഔട്ട് ആവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആരെയും അവൻ മാറ്റി നിർത്തുകയില്ല. He embraces everyone. എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, നമ്മുടെ നാട്ടിന്റെ അവസാനത്തെ വ്യക്തി വരെയും അവസാനത്തെ കുഞ്ഞുവരെയും ക്രിസ്തുവിലായി തീരാൻ അവൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും, എല്ലാ കുടുംബങ്ങളും ക്രിസ്തുവിലാകാൻ അവൻ ആഗ്രഹിക്കുന്നു. എല്ലാ യങ്സ്റ്റേഴ്സും അവരുടെ ജീവിതം അവർ വർഷിപ്പേഴ്സായി മാറാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇപ്പോൾ ജമീമ റോഡ്രിഗ്സിന്റെ സംഭവം നമ്മൾ കണ്ടതാണ്. ഷീ ഈസ് ട്രാവലിംഗ് നോട്ട് ഓൺലി വിത്ത് എ ക്രിക്കറ്റ് ബാറ്റ് ബട്ട് ഓൾസോ വിത്ത് എ ഗിറ്റാർ. വർഷിപ്പർ. ഷീ ഈസ് എ വർഷിപ്പർ. നമ്മുടെ ചെറുപ്പക്കാർ വർഷിപ്പേഴ്സായിട്ട് മാറണം. എല്ലാവരും, നമ്മുടെ ചർച്ചുകളിൽ എല്ലാവർക്കും റിവൈവൽ ഉണ്ടാകണം. കുറച്ചു പേര് മാത്രം പോരാ. നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും വിഷണറീസ് ആയിട്ട് മാറണം. എക്സൽ ഫാമിലിയിലെ എല്ലാവരും, everyone, starting from the students to the leaders, എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം, ഉപയോഗിക്കപ്പെടണം. This is God's plan. This is God's vision. അതുകൊണ്ട് എൻ്റെ ഈ സന്ദേശം ഞാനിവിടെ പൂർത്തിയാക്കുമ്പോൾ ഈ 3-ാമത്തെ ദിവസം ചില കുറവുകളെ പരിഹരിക്കുന്ന ദിവസമായി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കൂടി ഈ ദൂതുകൾ ഏറ്റെടുക്കാം. ചില കുറവുകളെ പരിഹരിക്കുന്ന,
ചലനമറ്റ് കിടക്കുന്ന ചിലതിന് ചലനം കൊടുക്കുന്ന തേർഡ് ഡേ, ഇല്ലായ്മയിൽ ഉള്ള ചിലതിന് വളരെ അബൻഡൻസ് നൽകുന്ന ഒരു തേർഡ് ഡേ, നിറവ് നൽകുന്ന ഒരു തേർഡ് ഡേ. അനേകർക്ക് അതേഴ്സ്, മറ്റുള്ളവർ, അവർ വീഞ്ഞില്ലാത്ത അവർക്ക് വീഞ്ഞ് ലഭിക്കുന്ന ഒരു തേർഡ് ഡേ. അങ്ങനെ ഇതെല്ലാം സംഭവിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഫോർ ദ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, സൺ ഓഫ് ഗാഡ്. ദൈവപുത്രനായ ക്രിസ്തുവിന്റെ നാമം എന്നിലും നിങ്ങളിലും കൂടെ മഹത്വപ്പെടാൻ. ഗോഡ് ബ്ലെസ് യു.